പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഓഗസ്റ്റ് 5. ഈ ദിവസം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ മറ്റു ചിലർ ഒരു ചെറിയ അശ്രദ്ധ കാരണം വലിയ അവസരം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം വരും ദിവസങ്ങളിൽ ജീവിതത്തെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ രാശിക്ക് മാത്രമല്ല, കുടുംബാംഗങ്ങളുടെ രാശിഫലവും അറിയുന്നതിന് പല പ്രധാന തീരുമാനങ്ങളെയും സഹായകരമാകും. ഇന്നത്തെ ഗ്രഹനില പൊതുവെ പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. ചില കാര്യങ്ങൾ ക്ഷമ ആവശ്യമായെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവർക്ക് നേട്ടങ്ങൾ കൈവരും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മതയും കുടുംബകാര്യങ്ങളിൽ സൗമ്യതയും പാലിച്ചാൽ പല തടസ്സങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഓരോ രാശിയുടെയും ഇന്നത്തെ ഫലം നോക്കാം. ആദ്യം മേടം രാശി. മേടം രാശിക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസം ഉയരുന്ന ദിവസമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ശുഭവാർത്ത ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായി പഴയ കുടിശ്ശിക ലഭിക്കാനോ പ്രതീക്ഷിക്കാത്ത ചെറിയ ധനലാഭമോ ഇന്ന് നിങ്ങൾക്കുണ്ടാകാം. അനാവശ്യ ചെലവുകൾ ഇന്ന് ഒഴിവാക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അത് വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. ആരോഗ്യത്തിൽ ക്ഷീണമോ തലവേദനയോ ഇന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ആവശ്യത്തിന് വിശ്രമം നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇന്നത്തെ ഭാഗ്യനിറം ചുവപ്പ്. ഭാഗ്യസംഖ്യ 9. ശ്രീ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇന്ന് ഗുണകരമാണ്. അടുത്തത് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് ഇന്ന് സ്ഥിരതയും പുരോഗതിയും നൽകുന്ന ദിവസമാണ്. ഏറെക്കാലമായി മുടങ്ങിയിരുന്ന ഒരു കാര്യം ഇന്ന് മുന്നോട്ടു പോകുന്നു. വ്യാപാരികൾക്ക് പുതിയ ഓർഡറുകളോ പുതിയ ഉപഭോക്താക്കളെയോ ഇന്ന് ലഭിക്കാം. ജോലിക്കാർക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുമെങ്കിലും അതിലൂടെ അംഗീകാരവും ലഭിക്കും. സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഇന്ന് കാണുന്നില്ല. എന്നിരുന്നാലും വലിയ നിക്ഷേപങ്ങൾ ആലോചിച്ച് മാത്രം നടത്തുക. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ ഇന്ന് സാധ്യതയുണ്ട്. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം ഇന്ന് വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഭക്ഷണക്രമം ഇന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യനിറം വെള്ള. ഭാഗ്യസംഖ്യ 6. മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നത് ഐശ്വര്യവർദ്ധനവിന് ഗുണകരമാണ്. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഇന്ന് പുതിയ അവസരങ്ങളുടെ ദിവസമാണ്. പുതിയ ആളുകളെ പരിചയപ്പെടാനും അവരുടെ സഹായത്തോടെ ഭാവിയിൽ നേട്ടങ്ങൾ നേടാനും സാധ്യത കാണുന്നു. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂല സൂചനകൾ ലഭിക്കാൻ സാധ്യത. ധനകാര്യങ്ങളിൽ ജാഗ്രത ആവശ്യമാണ്. മറ്റുള്ളവരുടെ വാക്കുമാത്രം വിശ്വസിച്ച് സാമ്പത്തിക തീരുമാനങ്ങൾ ഇന്ന് നിങ്ങൾ എടുക്കരുത്. കുടുംബത്തിൽ ചെറിയ ആശങ്കകൾ വന്നാലും നിങ്ങളുടെ ശാന്തമായ സമീപനം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ് ഒഴിവാക്കാൻ ഇന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യനിറം പച്ച. ഭാഗ്യസംഖ്യ 5. ശ്രീ ഗണപതിയെ പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുന്നത് വിഘ്നങ്ങൾ അകറ്റാൻ ഗുണകരമാണ്. അടുത്ത രാശി കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് സമാധാനവും ആത്മവിശ്വാസവും ഒരുപോലെ അനുഭവപ്പെടുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിനെ അലട്ടിയിരുന്ന ചില ആശങ്കകൾക്ക് ഇന്ന് പരിഹാരത്തിന്റെ സൂചന ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് ഇന്ന് അംഗീകാരം ലഭിക്കാൻ സാധ്യത. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വ്യക്തത പുലർത്തുന്നത് ഇന്ന് നിങ്ങൾക്ക് ഗുണം ചെയ്യും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. പഴയ കുടിശ്ശിക തിരികെ ലഭിക്കാൻ അധിക വരുമാനത്തിന് വഴി ഒരുങ്ങാനോ ഇന്ന് സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാകും.
വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ജലപാനം വർദ്ധിപ്പിക്കുകയും വിശ്രമത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യുക. ഭാഗ്യനിറം വെള്ള. ഭാഗ്യസംഖ്യ 2. ശ്രീകൃഷ്ണനെ സ്മരിച്ച് ഇന്നത്തെ ദിവസം ആരംഭിക്കുക. അടുത്തത് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ട ദിവസമാണ്. നിങ്ങൾ ഏറെക്കാലമായി ആലോചിച്ചിരുന്ന ഒരു കാര്യം ആരംഭിക്കാൻ ഇന്ന് നല്ല അവസരമുണ്ടാകും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം. അവ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്താൽ ഭാവിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ അനുകൂല സാഹചര്യമാണെങ്കിലും ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഇന്ന് വളരെ നല്ലതാണ്. വ്യാപാരികൾക്ക് പുതിയ കരാറുകളോ ഉപഭോക്താക്കളോ ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ മുതിർന്നവരുടെ ഉപദേശം നിങ്ങൾക്ക് ഗുണകരമാകും. ആരോഗ്യം പൊതുവെ ഇന്ന് നല്ലതായിരിക്കും. അമിത ജോലി ഒഴിവാക്കുക. ഭാഗ്യനിറം സ്വർണ്ണമഞ്ഞ. ഭാഗ്യസംഖ്യ 1. പ്രാർത്ഥന സൂര്യ നമസ്കാരം ചെയ്യുകയോ ആദിത്യ ഹൃദയപാരായണം ചെയ്യുകയോ ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അടുത്തത് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഇന്ന് ക്ഷമയും വിവേകവും ഏറ്റവും വലിയ ശക്തിയായിരിക്കും. ജോലിസ്ഥലത്ത് ചില വെല്ലുവിളികൾ വന്നാലും നിങ്ങളുടെ കഴിവും അനുഭവവും അവയെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും. പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം കൂടുതൽ അനുകൂലമായിരിക്കും. സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിച്ചാൽ നല്ല സമ്പാദ്യം സാധ്യമാകും. കടം കൊടുക്കുകയോ വലിയ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച മുന്നേറ്റം കാണാം. ആരോഗ്യത്തിൽ ദഹന സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഭാഗ്യനിറം പച്ച. ഭാഗ്യസംഖ്യ 5. ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ച് ഓം നമോ നാരായണായ ജപിക്കുന്നത് ഇന്ന് അനുകൂല ഫലങ്ങൾ നൽകും. നമസ്കാരം. ജ്യോതിർവാണി ചാനലിലെ ഓഗസ്റ്റ് 5 രാശിഫലത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഇന്ന് സന്തുലിതമായ സമീപനമാണ് അവരെ വിജയത്തിലേക്ക് നയിക്കുക. ജോലിസ്ഥലത്ത് ചെറിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ നയപരമായ പെരുമാറ്റം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നേക്കാം. അത് ഭാവിയിൽ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും. സാമ്പത്തികമായി പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ദിവസമാണ്. ചെറിയ ധനലാഭമോ പഴയ കുടിശ്ശിക തിരികെ ലഭിക്കാനോ ഇന്ന് സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അനുകൂലമായ സമയമാണ്. ഭാഗ്യനിറം നീല. ഭാഗ്യസംഖ്യ 6. പ്രാർത്ഥന മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നത് ഐശ്വര്യത്തിനും മനഃശാന്തിക്കും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് അപ്രതീക്ഷിത അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ഒരു വാർത്ത മനസ്സിൽ സന്തോഷം നിറയ്ക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് അംഗീകരിക്കപ്പെടും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ ഇന്ന് നിയന്ത്രിക്കണം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കോപം നിയന്ത്രിച്ചാൽ ഇന്ന് പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടും. പ്രണയബന്ധങ്ങളിൽ നല്ല പുരോഗതി കാണാം. ആരോഗ്യത്തിൽ പുറംവേദനയോ ക്ഷീണമോ അനുഭവപ്പെട്ടാൽ വിശ്രമം നൽകുക. ഭാഗ്യനിറം കടുംചുവപ്പ്. ഭാഗ്യസംഖ്യ 9. ഇന്നത്തെ പ്രാർത്ഥന സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് ഓം ചരവണഭവ എന്ന മന്ത്രം ജപിക്കുന്നത് ധൈര്യവും വിജയവും നൽകും. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്ക് ഇന്ന് പുതിയ തുടക്കങ്ങൾക്ക് അനുയോജ്യമായ ദിവസമാണ്. വിദേശ അവസരങ്ങൾ, ഉയർന്ന പഠനം, പുതിയ ബിസിനസ് ആശയങ്ങൾ എന്നിവയിൽ അനുകൂല വാർത്തകൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാം.
ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ ശക്തമാകുന്നു. സാമ്പത്തികമായി നിക്ഷേപങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. വിശ്വസനീയമായ മാർഗങ്ങളിലൂടെ മാത്രം പണം മുടക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. മക്കളുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്ത കേൾക്കാൻ ഇന്ന് സാധ്യത കാണുന്നു. ആരോഗ്യം പൊതുവെ നല്ലതാണെങ്കിലും യാത്രകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഭാഗ്യനിറം മഞ്ഞ, ഭാഗ്യസംഖ്യ 3. ഇന്നത്തെ പ്രാർത്ഥന ശ്രീ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് അറിവും ശരിയായ തീരുമാനശേഷിയും വർദ്ധിപ്പിക്കാൻ ഗുണകരമാണ്. അടുത്തത് മകരം രാശി. മകരം രാശിക്കാർക്ക് ഇന്ന് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന അംഗീകാരം ലഭിക്കാം. പുതിയ ചുമതലകൾ ലഭിച്ചാലും അത് ആത്മവിശ്വാസത്തോടെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല സൂചനകൾ കാണാം. സാമ്പത്തികമായി സ്ഥിരത വർദ്ധിക്കും. കുടിശ്ശികകൾ തീർക്കാനും സമ്പാദ്യം ആരംഭിക്കാനും ഇന്ന് നല്ല ദിവസമാണ്. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. മുതിർന്നവരുടെ അനുഗ്രഹം വലിയ കരുത്താകും. ആരോഗ്യത്തിൽ എല്ല്, മുട്ട്, നടുവ് എന്നിവയ്ക്ക് ചെറിയ അസ്വസ്ഥതകൾ ഇന്നത്തെ ദിവസം തോന്നിയാൽ വിശ്രമം എടുക്കുക. ഭാഗ്യനിറം കടുംനീല, ഭാഗ്യസംഖ്യ 8. അടുത്തത് കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഇന്ന് പുതിയ അവസരങ്ങൾ തുറക്കുന്ന ദിവസമാണ്. സുഹൃത്തുക്കളുടെയോ സഹപ്രവർത്തകരുടെയോ പിന്തുണ ലഭിക്കും. പുതിയ ബിസിനസ് ആശയങ്ങൾക്കും ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും. ധനകാര്യങ്ങളിൽ പൊതുവെ അനുകൂല സാഹചര്യമാണെങ്കിലും മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ മാത്രം വിശ്വസിച്ച് ഇന്ന് പണം മുടക്കാൻ നിൽക്കരുത്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര സ്നേഹം വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഉറക്കക്കുറവ് ഒഴിവാക്കേണ്ടതാണ്. ഭാഗ്യനിറം ആകാശനീല, ഭാഗ്യസംഖ്യ 4. അടുത്തത് മീനം രാശി. മീനം രാശിക്കാർക്ക് ഇന്ന് അപ്രതീക്ഷിതമായി കാത്തിരുന്ന ഒരു കാര്യത്തിൽ അനുകൂല സൂചനകൾ കാണാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ഇന്ന് ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ഉപഭോക്താക്കളെയും വരുമാന വർധനയെയും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി പണം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയാൽ മാസാവസാനം വരെ ആശ്വാസകരമായ സ്ഥിതി നിലനിർത്താൻ കഴിയും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ശ്രദ്ധ ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനും സമയം കണ്ടെത്തുക. ഭാഗ്യനിറം ഇളം മഞ്ഞ, ഭാഗ്യസംഖ്യ 7. ഇന്നത്തെ പൊതു പരിഹാരം ഇന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും ലഭിക്കാൻ ഗുണകരമാണ്. സാധ്യമെങ്കിൽ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. പക്ഷികൾക്കോ ദരിദ്രർക്കോ ചെറിയ അന്നദാനം ചെയ്യുന്നതും നല്ല ദിനത്തിലുള്ള ശുഭഫല കർമ്മമായി കണക്കാക്കുന്നു. ഇന്നത്തെ ഭാഗ്യ സമയം രാവിലെ 9:15 മുതൽ 10:45 വരെ, വൈകുന്നേരം 4:30 മുതൽ 6 വരെ. പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ രാശിഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഏത് രാശിക്കാണ് ഇന്നത്തെ ഫലം ഏറ്റവും കൂടുതൽ യോജിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻ്റായി എഴുതൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ ദിവസവും കൃത്യമായ രാശിഫലവും നക്ഷത്രഫലവും ലഭിക്കാൻ ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നാളെ വീണ്ടും പുതിയ രാശിഫലവുമായി കാണാം. നന്ദി, നമസ്കാരം.